നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ മേഖലയിലെ വിദേശ ആശ്രിതത്വം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച കാവേരി എഞ്ചിൻ പദ്ധതി നീണ്ട 43 വർഷങ്ങൾക്ക് ശേഷം പുതിയ രൂപത്തിലും ഭാവത്തിലും തിരിച്ചെത്തുകയാണ്. DRDOയും ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റും സംയുക്തമായി വികസിപ്പിക്കുന്ന കാവേരി 2.0 പദ്ധതിയുടെ പ്രവർത്തനം 70% പൂർത്തിയായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ സ്വന്തം സൂപ്പർസോണിക് പോർവിമാനമായ തേജസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എഞ്ചിൻ്റെ നിർണായക ഘട്ടങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ ആഫ്റ്റർ ബേണർ പരിശോധനകൾക്ക് തയ്യാറെടുക്കുന്ന കാവേരി 2.0 2030 ഇന്ത്യൻ വ്യോമസേനയുടെ പോർവിമാനങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1981 തുടക്കം കുറിച്ച ആദ്യകാല കാവേരി പദ്ധതി തേജസ് വിമാനങ്ങൾക്ക് ആവശ്യമായ ത്രസ്റ്റ് കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 2008 നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. തേജസിന് ആവശ്യമായ 49 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റ് കൈവരിക്കാൻ കഴിയാതെ ഏകദേശം 41 കിലോ ന്യൂട്ടണിൽ എഞ്ചിൻ്റെ ശേഷി ഒതുങ്ങിപ്പോയതും എഞ്ചിൻ്റെ അമിത ഭാരവുമായിരുന്നു അന്നത്തെ പ്രധാന വെല്ലുവിളികൾ. ഇതിനെ തുടർന്ന് തേജസ് മാർക്ക് 1, മാർക്ക് 1A വിമാനങ്ങൾക്ക് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിൻ്റെ F404, F414 എഞ്ചിനുകളെ ആശ്രയിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. എന്നാൽ സമീപകാലത്തായി അമേരിക്കൻ എഞ്ചിനുകൾ ലഭ്യമാക്കുന്നതിലുണ്ടായ കാലതാമസവും സാങ്കേതിക തടസ്സങ്ങളും സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കേണ്ടതിൻ്റെ അടിയന്തരാവശ്യത്തിലേക്ക് ഭാരതത്തെ വീണ്ടും എത്തിച്ചു. കാവേരി എഞ്ചിൻ്റെ പുതിയ പതിപ്പായ കാവേരി 2.0 അതിശയിപ്പിക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മുൻപ് 1300 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന എഞ്ചിൻ്റെ ഭാരം പുതിയ രൂപകൽപ്പനയിലൂടെ 1080 കിലോഗ്രാമായി കുറയ്ക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. ഇത് 1000 കിലോഗ്രാമിലേക്ക് എത്തിക്കാനും ഡ്രൈ ത്രസ്റ്റ് 54 മുതൽ 55 കിലോ ന്യൂട്ടൺ വരെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആഫ്റ്റർ ബേണർ സംവിധാനം പൂർണ്ണമായി സജ്ജമാകുന്നതോടെ 90 മുതൽ 100 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് കൈവരിക്കാൻ കാവേരി 2.0 സാധിക്കും. ഇത് ഭാവിയിൽ തേജസ് മാർക്ക് 2 ഉൾപ്പെടെയുള്ള അത്യാധുനിക പോർവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. വിമാനങ്ങളുടെ ഭാരവും ശേഷിയും തമ്മിലുള്ള അനുപാതം മെച്ചപ്പെടുത്താൻ ഡിജിറ്റൽ ട്വിൻ മോഡലിംഗ്, ടൈറ്റാനിയം അലോയ് അടിസ്ഥാനമാക്കിയുള്ള ബ്ലിസ്കുകൾ, ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള വസ്തുക്കൾ എന്നിവയാണ് പുതിയ ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർത്തും ഘട്ടങ്ങളായുള്ള വികസന തന്ത്രമാണ് കാവേരി പദ്ധതിക്കായി GTRE സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എഞ്ചിൻ്റെ ഡ്രൈ വേരിയൻറ്റ് ഡ്രോണുകളിലും അൺമാൻഡ് കോമ്പാക്ട് എയർ വെഹിക്കിളിലും പരീക്ഷിച്ച് സാക്ഷ്യപ്പെടുത്തും. അതിനുശേഷം ഗ്രൗണ്ട് ടെസ്റ്റ് ബെഡുകളിൽ ആഫ്റ്റർ ബർണർ പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കി തേജസ് വിമാനത്തിൽ ഘടിപ്പിച്ച് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് പരിശോധനകൾ നടത്തും. ഇവയെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മനുഷ്യനിയന്ത്രിത പോർവിമാനങ്ങൾക്കായുള്ള മാസ് പ്രൊഡക്ഷനിലേക്ക് കടക്കുക. ഏകദേശം 70 മുതൽ 80 കോടി രൂപ വരെ വിലയാണ് ഒരു കാവേരി 2.0 എഞ്ചിൻ്റെ ഉൽപ്പാദന ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ വ്യോമയാന മേഖലയിൽ തദ്ദേശീയ സാങ്കേതികവിദ്യ കൈവരിക്കുക എന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും പരമാവധി തന്ത്രപ്രധാനമായ കാര്യമാണ്. വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കുന്നത് യുദ്ധ സമയത്തോ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെ കാലത്തോ രാജ്യത്തിൻ്റെ പ്രതിരോധ സുരക്ഷയെ ബാധിച്ചേക്കാം. കാവേരി 2.0 വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കും നവീകരണങ്ങൾക്കുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഭാരതത്തിന് സാധിക്കും. മാത്രവുമല്ല, ഭാവിയിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന AMCA, സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്നിവയ്ക്ക് സ്വന്തം മണ്ണിൽ നിർമ്മിച്ച എഞ്ചിനുകൾ നൽകാനും ഇന്ത്യക്ക് സാധിക്കും. എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കി 2030 കാവേരി 2.0 തേജസ്സിലേക്ക് എത്തുന്നതോടെ വ്യോമയാന സാങ്കേതിക വിദ്യയിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഭാരതം അഭിമാനത്തോടെ ചുവടുവയ്ക്കും. ഭാരതത്തിൻ്റെ ബഹുമുഖ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളായ കാവേരി 2.0 എഞ്ചിൻ പദ്ധതിയും തദ്ദേശീയ യുദ്ധവിമാന വികസനവും കൈവരിക്കുന്ന നിർണായക മുന്നേറ്റം ദക്ഷിണേഷ്യയിലെ ആഗോള സൈനിക അസന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കുക. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രതിരോധ മേഖല നേരിട്ടിരുന്ന വിദേശ ആശ്രിതത്വത്തിന് വിരാമമിട്ട് സ്വയം പര്യാപ്തത കൈവരിക്കുമ്പോൾ അത് അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയ്ക്കും ഉണ്ടാക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയും ഭീഷണിയും വളരെ വലുതാണ്. രണ്ട് മുന്നണികളിൽ നിന്നുമുള്ള സുരക്ഷാ വെല്ലുവിളികൾ ഒരേ സമയം നേരിടുന്ന ഇന്ത്യ
സ്വന്തമായി ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ സ്വായത്തമാക്കുന്നതോടെ പ്രാദേശിക സൈനിക മുൻതൂക്കം വീണ്ടെടുക്കുകയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. ഈ സാങ്കേതിക മുന്നേറ്റം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. ലഡാക്ക് അതിർത്തിയിലും അരുണാചൽ പ്രദേശിലും ഇന്ത്യക്കെതിരെ സൈനിക സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യൻ പ്രതിരോധ വിതരണ ശൃംഖലകളുടെ വിദേശ ആശ്രിതത്വം മുതലെടുക്കാനും ചൈന നിരന്തരം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ കാവേരി 2.0 എഞ്ചിൻ വിജയകരമായി വികസിപ്പിക്കുകയും തേജസ്, AMCA, സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്നിവയിൽ ഇവ ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നതോടെ അതിർത്തിയിലെ ചൈനീസ് വ്യോമസേന ആധിപത്യത്തിന് കടുത്ത വെല്ലുവിളി വരും. ഇതിനു പുറമെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിലൂടെ ഉൽപ്പാദന ചെലവ് കുറയുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ആഗോള ആയുധ വിപണിയിൽ ചൈനയുടെ പോർവിമാനങ്ങൾക്ക് എതിരായി കുറഞ്ഞ ചെലവിൽ ഉയർന്ന സാങ്കേതികവിദ്യ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രധാന കയറ്റുമതി എതിരാളിയായി ഇന്ത്യ വളരുന്നതിനും കാരണമാകും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ വികസനം അതിജീവനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ വിദേശ ആയുധ ഇറക്കുമതിയെയും ചൈനീസ് സാങ്കേതിക വിദ്യകളെയും പൂർണ്ണമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ തദ്ദേശീയ മുന്നേറ്റത്തോട് കിടപിടിക്കുക എന്നത് അസാധ്യമാണ്. ചൈനയിൽ നിന്ന് ലഭിക്കുന്ന FC-31 അല്ലെങ്കിൽ J-10C വിമാനങ്ങളെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യയുടെ അതിവേഗ തദ്ദേശീയ യുദ്ധവിമാന ഉൽപ്പാദനവും അത്യാധുനിക എഞ്ചിൻ ശേഷിയും വ്യോമാതിർത്തിയിൽ കടുത്ത സമ്മർദ്ദമുണ്ടാക്കും. വിദേശ രാജ്യങ്ങളുടെ അനുമതിയോ ഉപരോധ ഭീഷണിയോ കൂടാതെ ഏത് അടിയന്തര സാഹചര്യത്തിലും സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനും തന്ത്രപ്രധാന നീക്കങ്ങൾ നടത്താനും ഇന്ത്യക്ക് സാധിക്കുമെന്നത് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന പ്രതിരോധ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തകിടം മറിക്കുന്നു. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാൻ വികസിത രാജ്യങ്ങൾ മടിക്കുന്ന ജെറ്റ് എഞ്ചിൻ നിർമ്മാണ രംഗത്തേക്ക് ഭാരതം സ്വയം പര്യാപ്തതയോടെ കടന്നുവരുന്നത് ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നു. ചൈനയുടെ പ്രാദേശിക ആധിപത്യ മോഹങ്ങൾക്കും പാകിസ്ഥാൻ്റെ നിഴൽ യുദ്ധ തന്ത്രങ്ങൾക്കും ഒരുപോലെ തടയിടാൻ കാവേരി 2.0 പദ്ധതിയിലൂടെ ഇന്ത്യക്ക് സാധിക്കുന്നു. ഭാരതം ഒരു ആഗോള പ്രതിരോധ ശക്തിയായി ഉയർന്നു വരുമ്പോൾ അതിർത്തിയിലെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ പതറാത്ത വ്യക്തമായ നയതന്ത്ര ഉത്തരം നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ഈ സാങ്കേതിക മുന്നേറ്റം ശത്രുരാജ്യങ്ങൾക്ക് നൽകുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.